GST-യുടെ മറവിൽ സംസ്ഥാനത്തെ ഹോട്ടലുകൾ ഉപഭോക്താക്കളെ അമിത തുക ഈടാക്കി കബളിപ്പിക്കുന്നതായി പരാതി. GST ID ഉൾപ്പെടുത്താത്ത ബില്ലുകൾ ഉൾപ്പെടെ നൽകിയാണ് ഹോട്ടലുകൾ കൊള്ളലാഭം കൊയ്യുന്നത്. റിപ്പോർട്ടർ അന്വേഷണം. ഭക്ഷണം കഴിക്കാനെത്തുന്നവരോട് GST-യുടെ മറവിൽ അമിത തുക ഈടാക്കരുതെന്ന ധനമന്ത്രിയുടെ ഉത്തരവ് നിലനിൽക്കെ സംസ്ഥാനത്തെ പല ഹോട്ടലുകളിലും ഈടാക്കുന്നത് തോന്നിയ നിരക്കോ? നമുക്ക് അന്വേഷിക്കാം. മഞ്ചേരിയിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ കിട്ടിയ ബില്ലാണിത്. 1510 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ച മഞ്ചേരി സ്വദേശിക്ക് കിട്ടിയത് GST ഉൾപ്പെടുത്തിയ 1782 രൂപയുടെ ബില്ല്. കോമ്പൗണ്ടിംഗ് ടാക്സ് ഉണ്ടായിരുന്ന സമയത്ത് വിലയിൽ കുറവ് വരുത്താതെ ഹോട്ടൽ ഉടമകൾ GST-യും ഈടാക്കുന്നു എന്നാണ് ഉപഭോക്താക്കളുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബില്ലുമായി ബന്ധപ്പെട്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അത് സോഫ്റ്റ്വെയർ ചെയ്ത് കൊടുത്ത് വന്ന കംപ്ലൈൻറ്റാണ്. സോഫ്റ്റ്വെയർ ചെയ്ത കംപ്ലൈൻ്റ് ആണെങ്കിൽ ഒരേ സമയത്ത് തന്നെ 2 ബില്ല് ഞങ്ങൾക്ക് എടുത്തു തരാൻ കഴിയില്ല. GST ID ഇല്ലാത്ത ബില്ല് നൽകി കൂടുതൽ തുക ആവശ്യപ്പെടുന്നതായും പരാതിയുണ്ട്. ഇതൊരു കാരണവശാലും സർക്കാരിലേക്ക് എത്തുന്നില്ല. GST നമ്പർ ഇല്ലാതെ അവർ നമ്മോട് ഈടാക്കുകയും സർക്കാരിലേക്ക് ഈ പൈസ അടവാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വൻ തട്ടിപ്പാണ് ഇതിൻ്റെ പേരിൽ നടക്കുന്നത്. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ പ്രതികരണം ഇങ്ങനെ: ഇയാൾ പറഞ്ഞ അതിൻ്റെ സോഫ്റ്റ്വെയർ ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അതിൽ വന്ന അപാകത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഹോട്ടലുകാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവരെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പെട്ടെന്നൊരു ആക്ഷനിലേക്കല്ലല്ലോ പോകേണ്ടത്. കേവലം അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് ഹോട്ടലുകൾക്ക് ഈ പിഴവ് സംഭവിക്കുന്നതെന്ന് കരുതുക വയ്യ. GST-യെക്കുറിച്ച് പൊതുജനത്തിന് അവബോധമില്ലെന്ന അറിവുമാകാം ഈ പകൽക്കൊള്ളയ്ക്ക് ഹോട്ടലുകളെ പ്രേരിപ്പിക്കുന്നത്. നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ, മലപ്പുറം.